ഹേ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ അവസ്ഥ? കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ സപ്ലൈ ചെയിൻ ഡിസൈനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സപ്ലൈ ചെയിൻ ഡിസൈൻ. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എന്താണ് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി പഠിച്ചല്ലേ, പല ടൈപ്പ് സ്ട്രാറ്റജി. ആൻഡ് ദെൻ അവിടെ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയിൻ ഡിസൈനിലേക്ക് വരുന്നത്. അപ്പൊ സപ്ലൈ ചെയിൻ ഡിസൈനിൽ നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര നമ്പർ ഓഫ് ഫാക്ടറീസ് വേണം, നമ്മുടെ എവിടെയൊക്കെയാണ് നമ്മുടെ ലോജിസ്റ്റിക് സബ് വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സപ്ലൈ ചെയിൻ ഡിസൈനിലേക്ക് വരുമ്പോൾ ഡിസൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലോയിൽ, അതായത് ഏറ്റവും ഹൈ ലെവലിൽ തുടങ്ങി ഗ്രൗണ്ടിലോട്ട്, അതായത് ഇൻ ഡെപ്തിലോട്ട് നമ്മൾ 1 by 1 പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സപ്ലൈ ചെയിൻ ഡിസൈൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മുടെ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയും ആൻഡ് ദെൻ സപ്ലൈ ചെയിൻ ഡിസൈനും ഇത് തമ്മിൽ ഇവിടെ ഒരു ഓവർലാപ്പ് ഉണ്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ആ ഒരു ഓവർലാപ്പ് ഉള്ള ആ ഏരിയ എന്താണെന്ന് പഠിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സപ്ലൈ ചെയിൻ ഡിസൈൻ ചെയ്യുമ്പോൾ അത് നമ്മൾ ഗ്ലോബൽ ആയിട്ടുള്ളതും അതേപോലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും പല ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സപ്ലൈ ചെയിന്റെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫിഷ്യന്റ് ആവുക, അറ്റ് ദ സെയിം ടൈം റെസ്പോൺസീവ് ആവുക എന്നുള്ളത്. അതാണ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ. അവിടേക്ക് എത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്നല്ല, അക്രോസ് ലോകത്തുള്ള ഏത് കമ്പനീസ് എടുത്താലും ഏത് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി എടുത്താലും അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും അതായിരിക്കും, അതായത് ആ ഒരു ഐഡിയൽ സ്റ്റേജിലോട്ട് എത്തുക എന്നുള്ളതാണ്. അത് പലപ്പോഴും നിയർ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇൻക്രിമെന്റൽ ആയിട്ട് പല കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഹാവിങ് സെഡ് ദാറ്റ്, നമ്മൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സപ്ലൈ ചെയിൻ ഡിസൈൻ്റെ അകത്തുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ സപ്ലൈ ചെയിൻ ഡിസൈനിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് analyze the investment climate of a country. Okay, so അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് അനലൈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രി. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രി എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മുന്നിൽ ഒരു 2-3 ഓപ്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. നമ്മളപ്പം ഇതിൽ ഏത് കൺട്രിയാണ്, അല്ലെങ്കിൽ ഇതിൽ ഏത് ലൊക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരേ കൺട്രി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പം ഇതിൽ എവിടെയാണ് ഞാൻ തുടങ്ങേണ്ടത്, അതാണ് അനലൈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രി, അല്ലെങ്കിൽ ഏതിലൊരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ നമ്മൾ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരളത്തിൽ തുടങ്ങുന്നതാണോ നല്ലത്, അതോ തമിഴ്നാട്ടിൽ തുടങ്ങുന്നതാണോ നല്ലത്. അപ്പൊ ആ ഒരു ഡിസിഷൻ വന്നു കഴിയുമ്പോഴാണ് കേരളത്തിൽ തുടങ്ങാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ആൻഡ് ദെൻ അവിടെ നിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, എത്ര ഫാക്ടറീസ് എനിക്ക് വേണം, അല്ലെങ്കിൽ ഓരോ ഫാക്ടറിയിലും എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് എത്രത്തോളം കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അവിടെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് എവിടെയാണ്, എവിടെയാണ് നമ്മുടെ ഫാക്ടറി തുടങ്ങേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് റീകളക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ G-RIDE എന്ന് പറയുന്നൊരു G-RIDE ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു കമ്പനിയെ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ എടുത്തായിരുന്നു അല്ലെ. അപ്പം നമ്മൾ ഇവിടെ തുടങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടുന്നത്, ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ വരും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യമാണ് പെസ്റ്റൽ. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിലെ ഇത് നമ്മുടെ സ്റ്റെപ്പ് 1 ആണ്. ഓക്കെ, സോ സ്റ്റെപ്പ് 1 വരുന്ന ഒന്നാമത്തെ കാര്യമാണ് പെസ്റ്റൽ. ഓക്കെ, സോ പെസ്റ്റൽ, PESTEL, പെസ്റ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഷോർട്ട് ഫോം ആണ്. ഓക്കെ, പെസ്റ്റലിന്റെ അകത്ത് P സ്റ്റാൻഡ്സ് ഫോർ പൊളിറ്റിക്കൽ, E സ്റ്റാൻഡ്സ് ഫോർ എക്കണോമിക്, S സ്റ്റാൻഡ്സ് ഫോർ സോഷ്യൽ, T സ്റ്റാൻഡ്സ് ഫോർ ടെക്നോളജിക്കൽ, E stands for environmental, and L stands for legal. Okay, so ഇത് ബേസിക്കലി ഒരു ഫ്രെയിംവർക്ക് ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്താണ്, നമ്മൾ ആ ഒരു ലൊക്കേഷൻ എടുക്കുകയാണ്, ഒരു കൺട്രി എടുക്കുകയാണ്. അപ്പം അവിടുത്തെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്താണ്, നമുക്ക് ഇതൊരു ഫ്രെയിംവർക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് 2 ലൊക്കേഷൻ, അല്ലെങ്കിൽ 2 കൺട്രി, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വേണമെങ്കിൽ നോക്കുകയാണ്, ഇതിൽ ഇപ്പൊ കേരളത്തിലെയാണോ അതോ തമിഴ്നാട്ടിലാണോ ലീഗൽ സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രോങ്, അതായത് ഇൻ എഫക്റ്റീവ്നെസ്സിലാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ ഇപ്പൊ വേറെ നമ്മൾ നോക്കുകയാണെങ്കിൽ
പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എവിടെയാണ് കുറച്ചുകൂടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ട് എവിടെയാണ് കുറച്ചുകൂടെ ഒക്കെ ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് തുടങ്ങാൻ നമുക്ക് കുറച്ചധികം എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത്. അതായത് നമ്മൾ ഗവൺമെന്റ് ഓഫീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പേപ്പേഴ്സ് വേണം, പേപ്പേഴ്സ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അതിനുവേണ്ടി പോകുമ്പോൾ എത്രത്തോളം സമയം അത് എടുക്കുന്നുണ്ട്, അതേപോലെ അവിടെ എല്ലാ പ്രോസസ്സും സ്ട്രീം ലൈൻഡ് ആണോ, നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, അങ്ങനെ പല ഫാക്ടേഴ്സ് നമുക്ക് അതിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. ആൻഡ് ദെൻ വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകളുടെ കൾച്ചർ, അതേപോലെ അവരാണെങ്കിൽ നമ്മളിപ്പം ഒരു ഹ്യൂമൻ റിസോഴ്സ് അവൈലബിലിറ്റി, നമുക്ക് അവിടെ എങ്ങനെയുള്ള ആളുകളാണ്, നോളജ് വർക്കേഴ്സ് ആണോ അതോ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആളുകളാണോ, അങ്ങനെയുള്ള ആളുകളുടെ അവൈലബിലിറ്റി ആണ് അവിടെ കൂടുതൽ. അതേപോലെ ടെക്നോളജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവൈലബിലിറ്റി ഓഫ് ഇപ്പൊ ടെക്നോളജി റിലേറ്റഡ് കമ്പനീസ്, ഇപ്പൊ നമ്മുടെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സർവീസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഫ്റ്റർ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ആഫ്റ്റർ സെയിൽസ് സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്താണെന്ന് നമ്മൾ നോക്കും. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള, അതായത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമുക്ക് തുടങ്ങാൻ പറ്റുമോ, അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പേർപ്പസ് ആണ് നമുക്ക് വേണ്ടുന്നത്, അതേപോലെ ആ ഒരു പർട്ടിക്കുലർ കൺട്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആയിക്കോട്ടെ അതിന്റെ ഒരു എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നതാണ് ഇതിന്റെ അകത്ത് ഒരു സ്റ്റേജ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഗൈൻ പറയുകയാണെങ്കിൽ പെസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്രെയിംവർക്ക് ആണ്. ഈ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ കമ്പാരിസൺ നടത്തുന്നതാണ്, നമ്മുടെ ജി റൈഡ് ഇലക്ട്രിക്കിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഐ വിൽ ബി ടെല്ലിങ് അബൌട്ട് ദ തിയറി. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു തിയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പ്രാക്ടിക്കൽ സൈഡിലോട്ട് കയറുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പം രണ്ടാമത്തേതാണ്, അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ രണ്ടാമത്തെ പാരാമീറ്റർ നമ്മൾ നോക്കേണ്ടതാണ് അവൈലബിലിറ്റി ഓഫ് സപ്ലൈ ചെയിൻ എക്കോസിസ്റ്റം ഫോഴ്സസ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു, ആദ്യം നമ്മൾ പെസ്റ്റിൽ നോക്കി, അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ നോക്കിയാണ് അവൈലബിലിറ്റി ഓഫ് സപ്ലൈ ചെയിൻ എക്കോസിസ്റ്റം ഫോഴ്സസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ഇതിലൊരു 4 പില്ലേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അവൈലബിലിറ്റി ഓഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റെഗുലേഷൻസ്, ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അങ്ങനെയുള്ളതൊക്കെ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ ക്വാളിറ്റി കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ പറഞ്ഞ ലൊക്കേഷനിലുണ്ടോ, അല്ലെങ്കിൽ ആ പറഞ്ഞ കൺട്രിയിൽ എന്താണെങ്കിലും കാണും. പക്ഷെ നമ്മളൊരു നാരോ ഡൗൺ ചെയ്ത ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ടൊക്കെ എത്തുമ്പോഴാണ് അതിന്റെ ഒരു അവൈലബിലിറ്റി നമ്മൾ നോക്കുന്നത്, അതായത് അതിന്റെ ഒരു പ്രോക്സിമിറ്റി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിപ്പോ ക്വാളിറ്റി കൺട്രോൾ ആവാം, ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ ഉള്ള കോർട്ടാണെങ്കിലും, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേഷൻസ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണോ എന്നാണ് നമ്മൾ ഫസ്റ്റിൽ നോക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന സപ്പോർട്ട്, നമുക്ക് വേണ്ടുന്ന സ്ഥാപനങ്ങളൊക്കെ ആ ലൊക്കേഷനിൽ ഉണ്ടോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പൊ നമ്മൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, നമുക്ക് വെള്ളം, ഇപ്പൊ അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലേ, ചില ഇപ്പൊ ലൊക്കേഷനിൽ നമുക്ക് വെള്ളം തീരെ ഉണ്ടാവില്ല, അപ്പൊ നമ്മളൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഒക്കെ വരുമ്പോൾ നല്ല യൂസേജ് നമുക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ വേസ്റ്റ് നമുക്ക് എങ്ങനെ പുറന്തള്ളാം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ അടുത്തതാണ് അതേപോലെ ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഹ്യൂമൻ റിസോഴ്സിൽ വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഡെയിലി വേജസിനെ കുറച്ച് പേരെ വേണ്ടി വരും, അതേപോലെ ഒരു മാനേജ്മെന്റ് ലെവലിലുള്ള ആളുകളെ വേണ്ടി വരും, അതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ ഹെവി മെഷീൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും, അല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ ആൾക്കാരെ വേണ്ടി വരും. അപ്പം അതായത് ചെറിയ ലെവൽ തൊട്ട് ഹൈ ലെവൽ വേണ്ടുന്ന നമുക്കൊരു വലിയൊരു സെറ്റ് ഓഫ് ഹ്യൂമൻ എംപ്ലോയീസിന്റെ റിക്വയർമെന്റ് ഉണ്ട് അല്ലേ. അപ്പം അതിന് വേണ്ടുന്ന അവൈലബിലിറ്റി നമുക്ക് അവിടെ ഉണ്ടോ. അപ്പൊ ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് അവൈലബിൾ ആണെങ്കിൽ, എല്ലാ കാറ്റഗറി മീറ്റ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മെജോറിറ്റി നമുക്ക് അവിടെ അവൈലബിൾ ആണെങ്കിലുള്ള ഗുണം, അവരൊരു പക്ഷേ അവിടെ തന്നെ ആയിരിക്കും താമസിക്കുന്നത്, അവരുടെ നാട് അതായിരിക്കും. അപ്പൊ അവരുടെ നാട്ടിൽ തന്നെ അവർക്ക് വന്ന് ജോലി ചെയ്ത് പോകാന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ കമ്പനി ഇട്ടേച്ച് പോയോ റിസൈൻ ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ വളരെ കുറവായിരിക്കും, കാരണം ഫാമിലി ആയിട്ട് അവരവിടെ ആയിരിക്കും. അപ്പം അങ്ങനെ പല ആസ്പെക്ട്സ് നമ്മൾ അതിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ അവൈലബിലിറ്റി. ഓക്കെ, അതേപോലെ തന്നെ മൂന്നാമത്തേതാണ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പൊ ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെങ്കിൽ പലതും ലോൺ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പം ഈവൻ ദോ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ടാക്സ് സേവിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപക്ഷെങ്കിൽ ലോൺ എടുക്കും. അപ്പൊ ലോൺ എടുക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് അതിന് വേണ്ടുന്ന ബാങ്ക് ആണെങ്കിൽ ലോൺ തരാൻ നമുക്ക് ആൾ വേണം, അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഇപ്പൊ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന റവന്യൂ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കത് ഡിപ്പോസിറ്റ് ചെയ്യാനോ എടുക്കാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് വേണം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അവൈലബിലിറ്റി നമുക്ക് വേണം അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ റിസോഴ്സസിൽ വരുന്നത്.
അടുത്തതാണ് ഡെലിവറി ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ഡെലിവറി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഗവൺമെന്റ് സൈഡിൽ നമുക്ക് സപ്പോർട്ട് കിട്ടി, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, അതായത് നമുക്ക് വേണ്ടുന്ന റിസോഴ്സസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി ചെയ്യണം, അതായത് ഇതെല്ലാം നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ പ്രൊഡക്ഷനൈസ് ചെയ്തിട്ട് അതിനെ ഡെലിവറി ചെയ്യണം. അപ്പൊ ഡെലിവറി ചെയ്യുമ്പോൾ എന്താ വേണ്ടുന്നത്, നമുക്കത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല റോഡ് ഉണ്ടോ, അതായത് ഡെലിവറി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് റോഡ് ആവാം, റെയിൽ ആവാം, അല്ലെങ്കിൽ എന്താണ് വാട്ടർ വേസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ പോർട്സ് ആവാം. അപ്പോൾ അതിന്റെ അവൈലബിലിറ്റി ഉണ്ടോ, അതാണ് എന്താണ് അടുത്തൊരു ചോദ്യം, അതായത് റോഡ് എക്സെട്ര അല്ലെ. ആൻഡ് രണ്ടാമത്തേതാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലൊക്കേഷൻസ്, അതായത് വിതിൻ ദാറ്റ് ലൊക്കേഷൻ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്താണ് സോൺസ് ഉണ്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഇപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ തന്നെ പല ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട് അല്ലെ, സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഉണ്ട്. അപ്പൊ അവിടെ ബിസിനസ് തുടങ്ങിയാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടാക്സ് എക്സെപ്ഷൻ കിട്ടും. അതായത് മറ്റൊരു ലൊക്കേഷൻ, റാൻഡം ലൊക്കേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ നമുക്ക് ടാക്സ് വളരെയധികം കുറവായിരിക്കും. അതുപോലെ നമുക്ക് കുറച്ചധികം ബെനിഫിറ്റ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടും. അപ്പൊ അതൊരു വൺ ഓഫ് ദ ഡെലിവറി ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഗവൺമെന്റ് നമ്മളെ ബിസിനസ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പൊ അതുണ്ടോ, അതായത് സെസ്സിന്റെ അവൈലബിലിറ്റി. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും, അതായത് ഡെലിവറി ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വരുമ്പോൾ. ആൻഡ് അടുത്തതാണ് സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിന്റെ അവൈലബിലിറ്റി ഓഫ് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക്. അപ്പൊ അവൈലബിലിറ്റി ഓഫ് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അഗെയിൻ ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് ഫിഗർ ഓഫ് സപ്ലൈ ചെയിൻ. നമ്മൾ എന്താണ് പറഞ്ഞത്, സപ്ലയർ ഉണ്ട്, ദെൻ മാനുഫാക്ചറർ ഉണ്ട്, റീറ്റെയിലർ ഉണ്ട്, ഹോൾസെയിലർ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ലോജിസ്റ്റിക്സ് റിലേറ്റഡ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ നമ്മളൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് റോ മെറ്റീരിയൽ അവർ തന്നെ ഉണ്ടാക്കി പ്രൊഡക്ഷൻ, അതായത് അതിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നതും അവർ തന്നെ, ദെൻ അത് ഫൈനലി കസ്റ്റമറുടെ അടുക്കൽ എത്തിക്കുന്നതും അവരാണ്. അങ്ങനെ എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഒരു കമ്പനിക്ക് പറ്റില്ല. അതായത് ദേ കാനോട്ട് ബി എക്സലന്റ് ഇൻ എവരിത്തിങ്. അപ്പൊ അതിനവരെന്ത് ചെയ്യും, അവർ പല കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും അല്ലെ. ചിലപ്പോൾ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് വേറൊരു എന്താണ് ഔട്ട്സോഴ്സ് ചെയ്തേക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ അകത്ത് തന്നെ പല പാർട്സ്, നമ്മളൊരു പക്ഷേ ഡിസൈൻ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അത് അസംബിൾ ചെയ്യുന്നത് എടുക്കുന്നതൊക്കെ വേറെ ആളുകളായിരിക്കാം. അതേപോലെ ഇപ്പൊ ലോജിസ്റ്റിക്സ് വരുമ്പോൾ നമ്മൾ തേർഡ് പാർട്ടിക്ക് നമ്മൾ കൊടുത്തേക്കുന്നതായിരിക്കാം. അതുപോലെ റീറ്റെയിലർ, ഹോൾസെയിലർ ഒക്കെ വരുമ്പോൾ അത് ഓൾ ടുഗദർ ഡിഫറെന്റ് ആളുകളായിരിക്കാം. നമ്മുടെ കമ്പനി നേരിട്ട് ചെയ്യുന്നതായിരിക്കണം എന്നില്ല. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി നമുക്ക് ഉണ്ടെന്നുള്ളതാണ് അല്ലെ. അപ്പം ഇതാണ്, അതിപ്പോ സപ്ലയർ ആവാം, സപ്ലയർ അല്ലെങ്കിൽ എന്താണ് ലോജിസ്റ്റിക്സ്. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിൽ വേണ്ടുന്ന, നമ്മുടെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിൽ നമുക്ക് വേണ്ടുന്ന ആളുകൾ അല്ലെങ്കിൽ വേണ്ടുന്ന മറ്റ് പില്ലേഴ്സ് അവൈലബിൾ ആണോ ആ ലൊക്കേഷനിൽ അല്ലെ. അതാണ് അടുത്ത ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എക്സ്റ്റേണൽ പെസ്റ്റൽ ചെയ്തപ്പോൾ എന്താണ്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്തു. ആൻഡ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അഗൈൻ നാരോ ഡൗൺ ചെയ്ത് സപ്ലൈ ചെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള എക്കോസിസ്റ്റം ഉണ്ടോ നമ്മൾ നോക്കി. ഓക്കെ, ആൻഡ് ഇത് ഓക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 5 ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ 2 ഫ്രെയിം വർക്ക്, അതായത് ഈ 2 പാരാമീറ്റേഴ്സിന്റെ ബേസിസിൽ നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, അതായത് അവിടെ ഞാൻ ആ ഒരു ലൊക്കേഷനിൽ ഞാൻ എന്റെ ഫാക്ടറി പ്ലാന്റ് തുടങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രി എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ദിസ്. ഇതാണ് നമ്മൾ മിനിമം എങ്കിലും ചെയ്യേണ്ടത്, അതായത് ഒരു ബേസ് ലൈനാണ്, ഇത്രയെങ്കിലും നമ്മൾ മിനിമം ചെയ്യണം. ഓക്കെ, അപ്പം ഇതിനെ എല്ലാത്തിനോട് ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രി ഓർ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എടുത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ, ചൈന. നമ്മൾ മറ്റ് കൺട്രീസിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏർലിയർ ചൈന വാസ് ഹാവിംഗ് വെരി ഗുഡ് അഡ്വാൻറ്റേജ് ഇൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചൈനയ്ക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ഗവൺമെന്റ് സൈഡിൽ നിന്നാണെങ്കിലും എക്കണോമിക്കൽ, സോഷ്യൽ എല്ലാ കാര്യങ്ങളും നല്ല എന്താണ് ഫേവറബിൾ ആയിരുന്നു. അതേപോലെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആണെങ്കിലും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എവറിത്തിങ് വാസ് ദയർ, റൈറ്റ്. അപ്പം അത് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അത് പയ്യെ മാറും അല്ലെ. എല്ലായിടത്തും നമ്മൾ ഒരു മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ടെന്ന് പറയുന്ന പോലെ, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ടെന്ന് പറയുന്ന പോലെ. സോ നൗ ഇറ്റ് വിൽ ബി മൂവിങ്. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് നോക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈഡ് ഓൺ ദ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് മോഡുലാരിറ്റി. ഓക്കെ, വിച്ച് മീൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, പ്രോസസ് ഉണ്ട് അല്ലെ. നമ്മളൊരു ഒരു മാനുഫാക്ചറിങ് പ്ലാൻ എടുക്കുമ്പോൾ നമ്മൾ സപ്ലൈ ചെയിൻ ഡിസൈൻ ആണ് സംസാരിക്കുന്നത്. നമ്മൾ ആദ്യം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഒക്കെ നോക്കി, അടുത്ത് നമ്മൾ എന്താണ് മാനുഫാക്ചറിങ് പ്ലാന്റ് തുടങ്ങിയാണ്. അപ്പം അവിടെ വരുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ട്, പ്രോസസ് ഉണ്ട്. അപ്പം അത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണോ അതോ മോഡുലർ ആക്കണോ? വിച്ച് മീൻസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, G-Ride ഇലക്ട്രിക് നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടൂ വീലേഴ്സ് ആണ്, ഇലക്ട്രിക് ടൂ വീലേഴ്സ് അല്ലേ. അപ്പം അതിന്റെ അകത്ത് തന്നെ പല പാർട്സ് ഉണ്ടാവാം. ഒരു പക്ഷേ സീറ്റ് ആവാം, അല്ലെങ്കിൽ അതിന്റെ എഞ്ചിൻ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ അതിന്റെ ടയേഴ്സ് ആവാം. അങ്ങനെ പല പാർട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പാർട്സ് എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ പാർട്സ് സ്റ്റാൻഡർഡൈസ് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരേ പാർട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സീറ്റ് എടുക്കുകയാണെന്നിരിക്കട്ടെ, ആ ഒരേ സീറ്റ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരേ എന്താണ് എഞ്ചിൻ ബ്ലോക്ക് നമുക്ക് മറ്റെല്ലാ മോഡൽസിലും യൂസ് ചെയ്യാൻ പറ്റും.
അല്ലെ? ആ ഒരേ മോഡൽ, ആ ഒരേ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി എല്ലാ ഇതിലും സെയിം ആയിരിക്കും. അതെന്താണ്? പാർട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇപ്പം വരുന്നതെല്ലാം, ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ടൂ വീലർ എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ടൂ വീലർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാത്തിന്റെ പാർട്ട് സെയിം അല്ലേ എന്ന്? ബിക്കോസ് ദേ ഹാവ് പാർട്ട് സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ? ഇനിഷ്യലി മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് മുമ്പേ ദേ ഹാവ് ഡിസൈഡഡ് ഓൺ ദിസ് പാർട്ട് സ്റ്റാൻഡർഡൈസേഷൻ. അവരാണ് ഒരു പ്രൊഡക്റ്റ് എടുക്കും, അതിന്റെ എല്ലാ പാർട്ടും നോക്കും, എങ്ങനെയൊക്കെ വേണം നോക്കും, അത് ഒപ്റ്റിമൈസ് ചെയ്യും, സ്റ്റാൻഡേർഡ് ചെയ്യും, ലോക്ക് ചെയ്യും, ദെൻ അത് സ്കെയിലപ്പ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് വെയർ പാർട്ട് സ്റ്റാൻഡർഡൈസേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ ബ്ലോക്ക്. ഓക്കെ, എഞ്ചിൻ ബ്ലോക്ക് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു എഞ്ചിൻ ബ്ലോക്ക് നമുക്ക് നമ്മുടെ ബാക്കി എല്ലാ എന്താണ് ആ മോഡൽസിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഓക്കെ, ആൻഡ് രണ്ടാമത്തേതാണ് മോഡുലാർ പ്രൊഡക്റ്റ്. മോഡുലാർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അഗെയിൻ അത് പാർട്ട് തന്നെയാണ്, ബട്ട് ദിസ് വിൽ ബി നമുക്ക് എന്താണ് ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാം. സോ മോഡുലാർ പ്രൊഡക്റ്റ് ഈസ് സംതിങ് വി ക്യാൻ യൂസ് ഇന്റർചേഞ്ചബിളി. അതായത് നമ്മുടെ മോഡൽ എക്സ് ഉണ്ട് ആൻഡ് മോഡൽ വൈ ഉണ്ട്. നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? മോഡൽ എക്സിലും നമുക്ക് യൂസ് ചെയ്യാം, മോഡൽ വൈയിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമുക്ക് എക്സാമ്പിൾ ഇപ്പം ലാപ്ടോപ്പിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ റാം, GPU അതൊക്കെ നമുക്ക് ലാപ്ടോപ്പിന്റെ പല മോഡൽസിലോട്ട്, നമുക്ക് ഒരേ കമ്പനിയുടെ ലാപ്ടോപ്പിന്റെ പല മോഡൽസിലോട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യും. അല്ലെ? ഇപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ലാപ്ടോപ്പ് പല റാം സൈസിൽ വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരേ സ്മാർട്ട് ഫോൺ നമുക്ക് 8GB വേർഷൻ വരുന്നുണ്ട്, 8GB റാം വരുന്നുണ്ട്, അതുപോലെ എന്താണ് 16 ഉണ്ടാവാം, അല്ലെങ്കിൽ 4 ഉണ്ടാവാം, 6 ഉണ്ടാവാം അല്ലെ? അപ്പം അത് ഈ മോഡുലാർ പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ടാണ്. അതായത് ഒരു മൊഡ്യൂൾ അവരുടെ ഉണ്ട്, അത് അവർക്ക് ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഒരേ ഐറ്റമേ ഉള്ളൂ, അത് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ പലതുണ്ട്, ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇന്റർചേഞ്ചബിളി. ഓക്കെ, അപ്പൊ ഇതിന് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വണ്ടിയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റ് എടുക്കാം. ഓക്കെ, സീറ്റിന്റെ ആ ഒരു മൊഡ്യൂൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് ദെൻ മൂന്നാമത്തേതാണ് പ്രോസസ്. അപ്പൊ പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദിസ് ക്യാൻ ബി ഓൾസോ കോൾഡ് ആസ് പോസ്റ്റ്പോൺമെന്റ്. പോസ്റ്റ്പോൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരൊരു പ്രോസസ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, അവർക്കാണെങ്കിൽ ഒരു ഓർഡർ, നമുക്കൊരു ഓർഡർ കിട്ടുന്നു. ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഗർ ചെയ്യുന്ന പ്രോസസ് ദിസ് വിൽ ബി സ്റ്റാൻഡർഡൈസ്ഡ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോസസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ് സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സർവീസ് സെന്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ, ടൂ വീലറിന്റെ സർവീസ് സെന്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി കൊണ്ട് അവിടെ കൊടുക്കും. നമ്മൾ ആ ഒരു സർവീസ് സെന്ററിൽ കയറുമ്പോൾ തൊട്ട് എല്ലാ പ്രോസസ്സും സെയിം. അതിപ്പോ ഞാൻ പോയാലും വേറൊരാൾ പോയാലും ആ പ്രോസസ് സെയിം അല്ലേ? ചെല്ലുന്നു, അവർ എന്തൊക്കെ ഡീറ്റെയിൽസ് എല്ലാം നോക്കുന്നു, ആൻഡ് ദെൻ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോഴും അവരുടെ ഒരു സെറ്റ് ഓഫ് SOPs ഉണ്ടാവും, ദേ ഷുഡ് ഫോളോ ദാറ്റ്. ആൻഡ് ദെൻ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ വിളിച്ചറിയിക്കുന്നു, നമ്മൾ ചെല്ലുന്നു, വണ്ടി എടുക്കുന്നു അല്ലെ? അല്ലെങ്കിൽ എന്താണ് ഒരു വർഷമെങ്കിൽ പാസ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ അതായത് ഓരോ കമ്പനീസിനും പല പ്രോസസ് ഉണ്ടാവും. അപ്പം ആ ഒരു പ്രോസസ് സ്റ്റാൻഡർഡൈസ് ചെയ്തേക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ അവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് കസ്റ്റമറിന്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ മതി. നമ്മൾ നേരത്തെ കൂട്ടി അതിനെപ്പറ്റി കൺസേൺ ആവേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മൾ അഗൈൻ സർവീസ് സെന്ററിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നതിന് ശേഷമേ അവരുടെ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം അവർ ഓൾറെഡി ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അപ്പൊ അതാണ് പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ. അപ്പൊ അതിനെയാണ് പോസ്റ്റ്പോൺമെന്റ് എന്ന് പറയുന്നത്. പോസ്റ്റ്പോൺമെന്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമർ വന്നതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അടുത്തതാണ് മോഡുലാർ പ്രോസസ്. അപ്പൊ ഈ മോഡുലാർ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇത് മോസ്റ്റ്ലി ഫോർ ഔട്ട്സോഴ്സിങ്. അപ്പം മോഡുലാർ പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അഗൈൻ നമ്മുടെ എഞ്ചിൻ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു പാർട്ട് ഉണ്ടാക്കാൻ ഇന്ന പ്രോസസ്സിൽ കൂടാണ് നിങ്ങൾ പോകേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ ആ പ്രോസസ് എന്താവും? ഔട്ട്സോഴ്സ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? അവർ പല ആളുകൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനാണെങ്കിൽ വണ്ടിയുടെ, നമ്മുടെ സ്കൂട്ടിയുടെ, നമ്മുടെ ടൂ വീലറിന്റെ ഹെഡ് ലാമ്പ് ആൻഡ് ടെയിൽ ലാമ്പ് ഇത് ഇന്ന രീതിയിൽ, അതായത് സ്റ്റെപ്പ് 1 ഇത്, സ്റ്റെപ്പ് 2 ഇത്, സ്റ്റെപ്പ് 3 ഇത്, സ്റ്റെപ്പ് 4 ഇത്, ഇത്രയും രീതിയിൽ ചെയ്ത് വരുമ്പോഴാണ് അത് ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്നത്. നമ്മൾ ഓൾറെഡി ആ പ്രോസസ്സ് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ സപ്ലയർ എക്ക് കൊടുത്തു, സപ്ലയർ ബിക്ക് കൊടുത്തു, ഇത് ഔട്ട്സോഴ്സ് ചെയ്തു. കാരണം നമ്മൾ പ്രീവിയസ് സ്റ്റേജിൽ പറഞ്ഞ പോലെ ആസ് എ മാനുഫാക്ചറർ എല്ലാ സ്റ്റേജും, അതായത് റോ മെറ്റീരിയൽ ടു ഫൈനൽ കസ്റ്റമർ എവറിത്തിങ് എനിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിന് പലതും ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യണമെങ്കിൽ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആൾ, അതായത് നമ്മുടെ ഈ ഓർഡർ എടുക്കുന്ന ആള് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എൻഷുർ ചെയ്യണം. അതിപ്പം പെർ പ്രൊഡക്റ്റ് നമുക്ക് പോയി നോക്കാൻ പറ്റില്ല. അതിനെന്ത് വേണം? നമുക്ക് നമ്മുടെ മോഡുലർ പ്രോസസ് വേണം. അതായത് ഒരു പാർട്ട് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര സ്റ്റേജിൽ കൂടെ പോയി നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവും, ബേസ്ഡ് ഓൺ ദാറ്റ് ആളത് ചെയ്യുന്നുണ്ടാവും. അതുപോലെ പല സപ്ലൈസ് നമുക്ക് വേണം. അപ്പൊ അതാണ് മോഡുലാർ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ആലോചിക്കുമ്പോൾ
ഇതൊരു പുതിയ കോൺസെപ്റ്റോ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഇനിയും നടക്കാനിരിക്കുന്ന കോൺസെപ്റ്റോ അല്ല. ദിസ് ഈസ് ഓൾറെഡി ദെയർ ഇൻ ദ മാർക്കറ്റ്. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് എടുത്തോട്ടെ, ഏത് കമ്പനിയുടെ ഏത് വേരിയന്റ് ഏത് പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ കാണാൻ പറ്റും അല്ലേ. നിങ്ങളൊരു സ്മാർട്ട് ഫോൺ എടുത്തോ, അപ്പം ആ സ്മാർട്ട് ഫോണിൻ്റെ അകത്തെല്ലാം പാർട്ട് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും അല്ലേ. ഏതെങ്കിലും ഒരു പാർട്ട് ആയിരിക്കും എല്ലാ സ്മാർട്ട് ഫോണിലും യൂസ് ചെയ്തേക്കുന്നത്. ഒരു പക്ഷെങ്കിൽ സ്ക്രീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതിന്റെ കേസിംഗ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആൻഡ് ദെൻ അതിൻ്റെ അകത്തൊരു പ്രൊഡക്റ്റ്, അതായത് ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ റാം ആവാം അല്ലെ. അപ്പം അത് ഇന്റർചേഞ്ചബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്രോസസ്, അതായത് കസ്റ്റമറിന് ഓർഡർ കിട്ടിയിട്ടായിരിക്കാം അവർ ഒരു പക്ഷെങ്കിൽ സർവീസ് ചെയ്യുന്നത്, ഫോൺ സർവീസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഓൾറെഡി ചിലപ്പം ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ അസംബ്ലി ചെയ്യുന്നത്. അതേപോലെ മോഡുലർ പ്രോസസ് പലതും ഔട്ട്സോഴ്സിംഗ് ആയിരിക്കും. ഇപ്പം when it comes to Apple and all, they are just doing the innovative part, അതായത് ഡിസൈനിങ് ആൻഡ് ഇന്നോവേഷൻ ആണ് അവർ ചെയ്യുന്നത്. ആൻഡ് ദെൻ അവർ ഫോസ്കോൺ എന്നാണ് ആ കമ്പനിയുടെ പേര്. അവർക്ക് ആ കമ്പനിക്ക് പ്രൊഡക്ഷൻ ഔട്ട്സോഴ്സ് ചെയ്തേക്കാണ് അല്ലേ. അപ്പം അങ്ങനെയാണ് ഈ ഒരു മെട്രിക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇത് എന്തിനാണ് ഡിസൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്തു, നമ്മൾ ഫാക്ടറി പ്ലാന്റ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തുടങ്ങാം, ഇത് ഡിസൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടത്. അതേപോലെ ഇത് ഡിസൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു പാർട്ട് ഉണ്ടാക്കാൻ നമുക്ക് എത്ര സ്പേസ് വേണം. എല്ലാം സ്റ്റാൻഡർഡൈസ് ആണെങ്കിൽ പിന്നെ ഒരിടത്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്താൽ മതിയല്ലോ. അതേപോലെ തന്നെ ഇതാണെങ്കിലും പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ ആണെങ്കിലും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എത്രത്തോളം സ്പേസ് നമുക്ക് വേണ്ടി വരും, എങ്ങനെ എത്രത്തോളം ടൈം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ എടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ് റിയലിസ്റ്റിക്കലി ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ നമ്മുടെ ജി റൈഡിന്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്, അതായത് സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 നമ്മൾ പറഞ്ഞ ജസ്റ്റ് തിയറി പാർട്ട് ആയിരുന്നു അല്ലേ. ഇനി നമ്മളത് പ്രാക്ടിക്കലി നമ്മൾ ജി റൈഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ആണ് നോക്കുന്നതെങ്കിൽ എപ്പോഴും, അതായത് ഈ ഫേസ് ഇത്ര എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കുള്ള ബെനിഫിറ്റ് എന്തായിരിക്കും? കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആയിരിക്കും അല്ലേ. അതായത് കോസ്റ്റ് കുറവായിരിക്കും. ഒരേ പാർട്ട് പലയിടത്തും യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നു, കോസ്റ്റ് കുറവായിരിക്കും അല്ലേ. അപ്പം അതേസമയം മോഡുലർ ആണെങ്കിലോ റെസ്പോൺസീവ്നെസ് കൂടുതലായിരിക്കും അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, സപ്ലൈ ചെയിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എഫിഷ്യൻസി ആൻഡ് റെസ്പോൺസീവ്നെസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ റെസ്പോൺസീവ്നെസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് വേണ്ടുന്നത് 6 GB ഉള്ള ഒരു റാം ഉള്ള ഫോണാണ്, അവർക്ക് ഇപ്പോൾ പ്രൊഡക്റ്റ് ഇന്റർചേഞ്ച് കൊടുക്കാം. അതേസമയം വേറൊരാൾക്ക് വേണ്ടുന്നത് 8 GB ആണ്, അവർക്ക് അത് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഔട്ട്സോഴ്സിംഗ് ചെയ്യാം, പ്രോസസ്സ് മോഡുലർ ആക്കി കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അഗൈൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് എഫിഷ്യൻസി ആൻഡ് ദിസ് പാർട്ട് ഈസ് ഓൾ അബൌട്ട് റെസ്പോൺസീവ്നെസ്. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ ജി റൈഡിന്റെ എക്സാമ്പിൾ എടുത്ത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ നോക്കാൻ പോവുകയാണ്. നമ്മളുടെ ജി റൈഡ് ഇലക്ട്രിക് നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിന് വേണ്ടുന്ന സ്ട്രാറ്റജി എന്താണെന്ന് പഠിച്ചു അല്ലെ. എന്ത് സ്ട്രാറ്റജിയാണ് നമ്മുടെ കമ്പനിക്ക് വേണ്ടത് നമുക്കിപ്പോൾ അറിയാം. നൗ ഇനി നമ്മൾ എവിടെയാണ് പ്ലാന്റ് തുടങ്ങേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എത്ര എണ്ണം വേണം, എത്ര എംപ്ലോയീസ് വേണം, അങ്ങനെയുള്ള അതേപോലെ എത്ര ഇൻവെന്ററി, എത്ര കപ്പാസിറ്റി, അങ്ങനെയുള്ള A to Z കാര്യങ്ങളിലോട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നതായിരിക്കും. സോ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചല്ലേ. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രി, ആൻഡ് 2 പ്രൊഡക്റ്റ് പാർട്ട് സ്റ്റാൻഡർഡൈസേഷൻ ഓർ മോഡുലാരിറ്റി അല്ലേ. അപ്പം ആ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രിയിൽ നമ്മൾ പറഞ്ഞതാണ് പെസ്റ്റിൽ പറഞ്ഞു, ആൻഡ് ദെൻ സപ്ലൈ ചെയിൻ എക്കോസിസ്റ്റം അവൈലബിലിറ്റി പറഞ്ഞു. സോ ഹിയർ ഇൻ ദ സ്ക്രീൻ യു ക്യാൻ സീ നമ്മളൊരു എക്സാമ്പിൾ എടുത്തേക്കാണ്. നമ്മൾ 2 ലൊക്കേഷൻ എടുത്തേക്കാണ്. തെലങ്കാന എടുത്തിട്ടുണ്ട്, കേരള എടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മൾ ആദ്യത്തെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രി ഓർ എ പർട്ടിക്കുലർ ലൊക്കേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് 5 excellent ആൻഡ് 1 എന്ന് പറയുന്നത് 2 weak 1 poor ആയിട്ടുള്ള ഒരു സ്കോറാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഈ 2 ലൊക്കേഷനിലെ ആ പല ഫാക്ടേഴ്സിനെ നമ്മൾ സ്കോർ ചെയ്തിട്ട് ഇതിലേതാണ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെസ്റ്റലിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഹൈദരാബാദ് എടുത്തു കഴിഞ്ഞാൽ, തെലങ്കാന എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒരു EV പോളിസി, സ്ട്രോങ് ആയിട്ടൊരു EV പോളിസി ഉണ്ട്. വി ആർ ഡൂയിങ് ദിസ് സ്പെസിഫിക്കലി ഫോർ അവർ ജി റൈഡ് ഇലക്ട്രിക്. ഓക്കെ, അതേപോലെ എക്കണോമിക് ആണെങ്കിൽ ലോവർ ലാൻഡ് ആൻഡ് ലേബർ കോസ്റ്റ് ആണ്. അതേപോലെ സോഷ്യൽ ആണെങ്കിൽ യങ് ടെക് ഡ്രിവൺ വർക്ക് ഫോഴ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ടെക്നോളജിക്കൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് IT ഹബ്സ് ഉണ്ട്. ആൻഡ് എൻവയോൺമെൻറ്റൽ ആണെങ്കിൽ കുറച്ചുകൂടെ റിന്യൂവബിൾ എനർജി അഡോപ്ഷൻ അല്ലെങ്കിൽ ഗ്രീൻ പുഷ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ആൻഡ് ദെൻ ലീഗൽ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, ലെസ് ബ്യൂറോക്രസി.
ആൻഡ് ദെൻ നമ്മൾ സെയിം അത് കേരളത്തിലോട്ട് വരികയാണ്, വേറെ പൊളിറ്റിക്കൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേബിളാണ്, ഇൻസെൻറ്റീവ്സ് ഫോർ ഹൈടെക് ഇൻഡസ്ട്രീസ് ബട്ട് സ്ലോവർ എക്സിക്യൂഷൻ. ഇവിടെ നമ്മൾ എന്താണ്, എക്സിക്യൂഷൻ സ്ലോവർ ആണ്. ആൻഡ് ദെൻ എക്കണോമിക്കിലോട്ട് വരുമ്പോൾ ഹയർ കോസ്റ്റ് ആണ്, സർവീസ് ഡ്രിവൺ എക്കണോമിയാണ്. ആൻഡ് ദെൻ സോഷ്യൽ വരുമ്പോൾ ഹൈലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഡെയിലി വേജസിന് ആളുകളെ കിട്ടുന്നതിൽ കൂടുതൽ എന്താണ്, കുറച്ചുകൂടെ വൈറ്റ് കോളർ ജോബ്സിനായിരിക്കും ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ടെക്നോളജിക്കലി നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ടെക്നോളജി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ബട്ട് വീക്കർ EV മാനുഫാക്ചറിങ് സിസ്റ്റം. ഒരു ഇലക്ട്രോണിക് വെഹിക്കിൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം നമുക്ക് അവിടെ കുറവാണ്. എൻവയോൺമെൻറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു എക്കോ കംപ്ലയൻസ്, എക്കോ സെൻസിറ്റീവ് കോസ്റ്റൽ സോൺസ് ഒക്കെ നമുക്കുണ്ട്. ആൻഡ് ലീഗൽ വരുമ്പോൾ കുറച്ചുകൂടെ മോർ റെഗുലേറ്ററി ഹർഡിൽസ് ആൻഡ് ലാൻഡ് അക്വിസിഷൻ ചാലഞ്ചസ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇതിന് നമുക്ക് തെലങ്കാനയ്ക്ക് 5 ആൻഡ് കേരളയ്ക്ക് 3 നമ്മൾ റേറ്റിംഗ് കൊടുത്തേക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സപ്ലൈ ചെയിൻ എക്കോ സിസ്റ്റത്തിലേക്ക് വരികയാണ്. നമ്മുടെ അവൈലബിലിറ്റി ഓഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റെഗുലേഷൻ നോക്കുമ്പോൾ എന്താണ്, ഹൈദരാബാദിൽ കേരളത്തിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ സെസ് ആണെങ്കിലും അല്ലെങ്കിൽ EV സബ്സിഡീസ് ആണെങ്കിലും അതേപോലെ എന്താണ് കസ്റ്റം ഓഫീസ് അല്ലെങ്കിൽ ഫാസ്റ്റർ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രോസസ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കേരളത്തിലിട്ട് വരുമ്പോൾ നമുക്ക് പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതേപോലെ സെസ് ലൊക്കേഷൻസ് ഉണ്ട്, ബട്ട് ടേക്സ് ലോങ്ങർ അപ്രൂവൽ ടൈം ലൈൻസ്, അതേപോലെ സ്ട്രിക്റ്റ് എൻവയോൺമെൻറ്റൽ ആൻഡ് ക്വാളിറ്റി കംപ്ലയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ദെൻ നമ്മൾ റിസോഴ്സ് അവൈലബിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, നാച്ചുറൽ റിസോഴ്സസ് ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് ഹൈദരാബാദിൽ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു കേരള, ഇൻഡസ്ട്രിയൽ ലാൻഡ് നമുക്ക് കുറവാണ്. കാരണം കുറച്ചുകൂടെ നമ്മൾ എക്കോ സെൻസിറ്റീവ് ആയതുകൊണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, ബട്ട് അതൊരു എന്താണ് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആളുകളാവില്ല, കുറച്ചുകൂടെ ഒരു വൈറ്റ് കോളർ ജോബ്സ് പ്രിഫർ ചെയ്യുന്ന ആളുകളായിരിക്കും. അതേപോലെ ഫിനാൻഷ്യൽ റിസോഴ്സിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീക്കറായിട്ടുള്ളൊരു വെഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ക്യാപിറ്റൽസ് ഒക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. ബാങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് അത് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് അല്ല. ആൻഡ് ദെൻ നമുക്ക് ഡെലിവറി ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദിലാവുമ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ട്, നാഷണൽ ഹൈവേസ് ഉണ്ട്, അതേപോലെ സെസ് ഉണ്ട്, IT കമ്പനീസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കേരളത്തിലും ഇതെല്ലാം ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, ആൻഡ് എന്താണ് സെസ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്, ബട്ട് അത് ലെസ് ഡെവലപ്ഡ് ആണ്. ഹൈദരാബാദിനെ വെച്ച് നോക്കുമ്പോൾ ടെക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് സെസ് ലൊക്കേഷൻസ് ആയിക്കോട്ടെ, ആൻഡ് ടെറൈൻ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കുറച്ചുകൂടെ കുറവാണ്. ഇവിടെ നമുക്ക് ഹില്ലി ടെറൈൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. മറ്റ് സ്റ്റേറ്റിലോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് ദെൻ നമ്മൾ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ പാർട്ടും, അതായത് റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, റീറ്റെയിലേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കുറച്ചുകൂടെ ഉള്ളത് എവിടെയാണ്, തെലങ്കാനയിലാണ്. ആൻഡ് ദെൻ നമ്മുടെ ഇവിടെ വരുമ്പോൾ കേരളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് സ്ട്രോങ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതായത് കൂടുതലൊരു ലോജിസ്റ്റിക്സ് ബേസ്ഡ് ആണ്. അതായത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനീസ് കുറവാണ്. മറിച്ച് നമ്മുടെ ലോജിസ്റ്റിക്സ്, വൺസ് നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലെടുക്കാൻ ഇവിടെ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഓവറോൾ സ്കോർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ സ്കോർ നമുക്ക് വരുന്നത് ഹൈദരാബാദിനാണെങ്കിൽ അല്ലെങ്കിൽ തെലങ്കാനയ്ക്കാണെങ്കിൽ നമുക്ക് എത്ര വരും, ഒരു 22 ഔട്ട് ഓഫ് 25 വരും. വേറെ കൊച്ചി ആകുമ്പോൾ അല്ലെങ്കിൽ കേരള ആകുമ്പോൾ നമുക്കൊരു 16 ഔട്ട് ഓഫ് 25 വരും. അപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ സ്കോർ എന്ന് പറഞ്ഞാൽ കേരളം മോശമാണെന്നല്ല, മറിച്ച് മാനുഫാക്ചറിങ്ങിലേക്ക് വരുമ്പോൾ ഹൈദരാബാദും അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ, കസ്റ്റമർ ഫേസിങ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കേരളയാണ് കുറച്ചുകൂടെ പ്രിഫറബിൾ. അതായത് കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വിറ്റഴിക്കാൻ പറ്റും. എസ്പെഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ട്സ്, നമ്മുടെ എക്കോ ഫ്രണ്ട്ലി G-Ride ഇലക്ട്രിക് എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് വിറ്റഴിക്കാൻ പറ്റും. ബട്ട് മാനുഫാക്ചറിങ്ങിന് കുറച്ചുകൂടെ ഹൈദരാബാദ് ആയിരിക്കും നമുക്ക് പ്രിഫർ ചെയ്യാവുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ്, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രി അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തത് പ്രൊഡക്റ്റ് വേഴ്സസ് പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് മോഡുലാരിറ്റി നമ്മൾ നോക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതൊക്കെയാണ് കോർ കമ്പോണൻസ്, ബാറ്ററി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മോട്ടോഴ്സ്, അതേപോലെ ചേസസ്, നമ്മുടെ സ്കൂട്ടിയുടെ ചേസസ്, അതെല്ലാം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ്. ആൻഡ് അതേപോലെ പ്രോസസ്സിലോട്ട് വരുമ്പോഴും നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിങ്, അതായത് വെൽഡിങ്, പെയിൻറ്റിങ്, മെയിൻ അസംബ്ലി, അതായത് നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ കസ്റ്റമൈസേഷൻ ആഫ്റ്റർ കസ്റ്റമർ ഓർഡർ, അതായത് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന പ്രോസസ്സൊക്കെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ദെൻ നമ്മൾ മോഡുലർ ആസ്പെക്റ്റിലോട്ട് വരികയാണ്. അപ്പോൾ ബാറ്ററി റേഞ്ച്, സ്റ്റാൻഡേർഡ് വേഴ്സസ് ലോങ് റേഞ്ച്, നമുക്ക് 2 ടൈപ്പ് ബാറ്ററീസ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ലോങ് റേഞ്ച് ഉണ്ടാവും. അത് നമ്മുടെ എല്ലാ വേരിയൻറ്റ് സ്കൂട്ടേഴ്സിലും മാറ്റി നമ്മൾ ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് ഡാഷ്ബോർഡ്, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന
ഡാഷ്ബോർഡ് ഉണ്ടാവും, എത്ര ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ട്, എത്ര ദൂരം കവർ ചെയ്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അത് നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ആഡ് ഓൺസ്, ഇപ്പോൾ സ്റ്റോറേജ് ബോക്സ് ആയിക്കോട്ടെ, ഫാസ്റ്റ് ചാർജർ ആയിക്കോട്ടെ, GPS ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് അതേപോലെ നമ്മൾ മോഡുലാർ പ്രോസസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ സെമി ഫിനിഷ്ഡ് ബാറ്ററി പാക്സ് ഔട്ട്സോഴ്സ് ചെയ്യാം. അതായത് അതുപോലെ നമ്മുടെ ഡാഷ്ബോർഡ്സ് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. ദ റീസൺ ബീയിങ്, ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് നമുക്കറിയാം എന്താ വേണ്ടതെന്ന് നമുക്കറിയാം, അതിനുള്ള പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു തേർഡ് പാർട്ടിക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. ആൻഡ് ഫൈനൽ ഇൻ്റഗ്രേഷൻ നമുക്ക് നമ്മുടെ ഫാക്ടറി തന്നെ നടത്താം. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് ബാക്കിയെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഫൈനൽ ഇൻ്റഗ്രേഷൻ നമ്മുടെ ഫാക്ടറിയിൽ തന്നെ ആയിരിക്കും നടത്തുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ്, ഇത് നമ്മൾ G-RIDE വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് പറയുന്നത് ഇപ്പോൾ ആദ്യം നമ്മൾ നോക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഓഫ് എ കൺട്രി എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യം മാത്രമല്ല. അതായത് ഇതൊരു ബേസ് ലൈനാണ്, മിനിമം നമ്മൾ ഇത്രയെങ്കിലും കൺസിഡർ ചെയ്യണം. ആൻഡ് ദെൻ നമ്മുടെ പ്രൊഡക്റ്റ് പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്, എന്തിനാണ് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാനും മോഡുലർ ആക്കാനും വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇഫ് നോട്ട്, ജസ്റ്റ് വാച്ച് ദ വീഡിയോ വൺസ് അഗൈൻ. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും കാര്യത്തിന്റെ ഡെഫിനിഷൻ അറിയണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നോട്ടൊക്കെ എഴുതിയാണ് പഠിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡെഫിനിഷൻ അറിയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ കീവേഡ്, സെർച്ച് ChatGPT, ഗിവ് ദ കോണ്ടെക്സ്റ്റ്, യു വിൽ ഗെറ്റ് ദ ഡെഫിനിഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ്, ഇതിപ്പോൾ സപ്ലൈ ചെയിൻ പ്ലാനിങ് എന്താണ്, ഡിസൈൻ എന്താണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്താണ്, അല്ലെങ്കിൽ ഇതിൽ ഓരോ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്. സോ വാട്ട് ഈസ് ചേർത്ത് നിങ്ങൾ ChatGPT സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ എക്സാമ്പിൾ